ഒടുവിൽ ചൈനീസ് ചാരക്കപ്പൽ മാലദ്വീപിലെത്തി. തലസ്ഥാനമായ മാലയിലെ തുറമുഖത്താണ് കപ്പൽ നങ്കൂരമിടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ചാരക്കപ്പലായ സിയാൻയാങ് ഹോങ് 03 ആണ് മാലദ്വീപ് തുറമുഖത്ത് നങ്കൂരമിട്ടത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്നാണ് കപ്പൽ എത്തിയത്. ചൈനയുടെ നീക്കത്തെ ഏറെ ശ്രദ്ധയോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത്. നേരത്തെ കപ്പൽ എത്തുന്നതിനുള്ള ആശങ്ക ഇന്ത്യ പ്രകടിപ്പിച്ചിരുന്നു. മുങ്ങിക്കപ്പലുകളെ മുതൽ ഉപഗ്രഹങ്ങളെ വരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം കപ്പലിലുണ്ടെന്നാണ് ഇന്ത്യയുടെ ആരോപണം. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങൾ, സാറ്റലൈറ്റ് വിക്ഷേപണങ്ങൾ, നിരീക്ഷണ സാറ്റലൈറ്റുകളുടെ സ്ഥാനം എന്നിവ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന നിഗമനത്തിലാണ് ഇന്ത്യ. ഇന്ത്യൻ മുങ്ങിക്കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാണ് കപ്പൽ എത്തുന്നതെന്നാണ് ഇന്ത്യയുടെ ആശങ്ക. എന്നാൽ ഇന്ത്യയുടെ വാദങ്ങളെ മാലദ്വീപ് തള്ളിക്കളയുന്നു. മാലദ്വീപിൽ കപ്പൽ നിരീക്ഷണം നടത്തുന്നില്ലെന്നാണ് മാലദ്വീപ് സർക്കാർ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത്. ചൈന ക്ലിയറൻസ് ആവശ്യപ്പെടുന്നത് നാവികരുടെ മാറ്റം പോലെയുള്ള നടപടിക്രമങ്ങൾക്കാണ്. എക്കാലവും സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകളെ മാലദ്വീപ് സ്വീകരിക്കാറുണ്ട്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി തുറമുഖം സ്വകാര്യ സൈനിക കപ്പലുകൾക്ക് ലഭ്യമാക്കുന്നത് തുടരുമെന്നാണ് മാലദ്വീപ് സർക്കാർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. വെള്ളത്തിനടിയിലെ ഭൂകമ്പങ്ങൾ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ കപ്പലിന് കഴിയും എന്നാണ് വിലയിരുത്തൽ. ഇതിലൂടെ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. എന്നാൽ സൈനിക ആവശ്യങ്ങൾക്കായി ചാരപ്രവർത്തനത്തിനും ചൈന ഈ കപ്പൽ ഉപയോഗിക്കുന്നതായാണ് കരുതുന്നത്. ഉപഗ്രഹങ്ങളെ അടക്കം നിരീക്ഷിക്കാനും സിഗ്നലുകൾ പിടിച്ചെടുക്കാനുമുള്ള ശേഷി കപ്പലിനുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിരീക്ഷണത്തിനാണ് കപ്പൽ എത്തുന്നതെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. പിന്നാലെയാണ് ചൈനീസ് കപ്പലിന് നങ്കൂരമിടാൻ അനുമതി നൽകിയത്. മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികർ രാജ്യം വിടണമെന്നുൾപ്പെടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ കടം വാങ്ങിയ $300 കോടി എത്രയും വേഗം നൽകിയില്ലെങ്കിൽ മാലദ്വീപിലെ ഒരു ദ്വീപ് പിടിച്ചെടുക്കുമെന്ന് അന്ത്യശാസനം നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ സാഹചര്യത്തിൽ കടക്കെണിയിൽ നിന്ന് കരകയറാൻ ഇന്ത്യ സഹായിക്കണമെന്ന് ഇന്ത്യ വിരുദ്ധ നേതാവ് ഹസൻ ഖുറൂസി ആവശ്യപ്പെട്ടതും ശ്രദ്ധേയമായി. ഇന്ത്യയെ പിണക്കി 8ന്റെ പണി വാങ്ങിയ മാലദ്വീപ് ഇപ്പോൾ കൈകാലിട്ടടിക്കുന്ന അവസ്ഥയിലാണ്. ബോയ്ക്കോട്ട് ക്യാമ്പയിനുകൾ തുടരുന്നതോടെ ഇന്ത്യൻ സെലിബ്രിറ്റികൾ അടക്കം മാലദ്വീപിനെ കൈവിട്ടു. ഇതോടെ മാലദ്വീപിന്റെ മുഖ്യ വരുമാന മാർഗമായ ടൂറിസം രംഗവും കടുത്ത വെല്ലുവിളിയിലാണ്. ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ കൊഴിയുമ്പോൾ കൂടുതൽ ചൈനീസ് സഞ്ചാരികളെ അയക്കണമെന്നാണ് ചൈനയോട് മാലദ്വീപ് ആവശ്യപ്പെട്ടത്. കൂടാതെ ചൈന മാലദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയാണെന്നും പ്രഖ്യാപിച്ചു. മാലദ്വീപിൽ ചൈനയുടെ ആധിപത്യം വർദ്ധിക്കുന്ന നടപടികളോട് ഇന്ത്യക്ക് തീരെ താൽപര്യമില്ല. വർഷങ്ങളായി ഇന്ത്യയുടെ വിശ്വസ്ത അയൽരാജ്യമാണ് മാലദ്വീപ്. മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്കുവഹിക്കുന്ന അയൽരാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല പല കാര്യങ്ങൾക്കും മാലദ്വീപ് പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയെയാണ്. എന്നാൽ നിലവിൽ മാലദ്വീപിൽ ഭരണത്തിലെത്തിയിരിക്കുന്നത് ചൈനയുടെ പിന്തുണയുള്ള സർക്കാരാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതും.